Good morning, my dear students. First year computer science inde ആദ്യത്തെ ചാപ്റ്റർ ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. അതിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും പഠിച്ചില്ലേ? ശരി, നമുക്കിനി രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകാം. ഇവല്യൂഷൻ ഓഫ് ദി കമ്പ്യൂട്ടിംഗ് മെഷീൻ, അതാണ് സെക്കൻഡ് പാർട്ട്. അതായത് കമ്പ്യൂട്ടിംഗ് യന്ത്രങ്ങളുടെ പരിണാമം. ഇതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് നിങ്ങൾക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു മെഷീനാണ്, അല്ലെങ്കിൽ ഒരു വേർഡാണ്. അതാണ് അബാക്കസ്. കേട്ടിട്ടില്ലേ എല്ലാവരും? ഉണ്ട് അല്ലേ? അബാക്കസിനെ കുറിച്ചാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ആദ്യം അല്പം ചരിത്രമായാലോ? ആവാം. അബാക്കസ് ആദ്യമായി കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ നിർമ്മിച്ചത് 3000 BCയിൽ മെസോപ്പൊട്ടോമിയന്മാരാണ്. മെസോപ്പൊട്ടോമിയൻസാണ് ഇത് ഡിസ്കവർ ചെയ്തത്. ആദ്യത്തെ അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് ചെയ്യാനുള്ള ആദ്യത്തെ കമ്പ്യൂട്ടറായിട്ടാണ്, അതായത് അടിസ്ഥാന ഗണിതക്രിയകൾ ചെയ്യാനുള്ള ആദ്യത്തെ കമ്പ്യൂട്ടറായിട്ട് നമുക്ക് അബാക്കസിനെ കണക്കാക്കാം. അബാക്കസിന് മറ്റൊരു പേര് പറഞ്ഞുകൂടി വിളിക്കും, കൗണ്ടിംഗ് ഫ്രെയിം. കൗണ്ടിംഗ് ഫ്രെയിം എന്നുകൂടി അബാക്കസിനെ വിളിച്ചിരുന്നു. കൂടാതെ അബാക്കസ് എന്ന വേർഡ് മീൻ ചെയ്യുന്നത്, അത് അർത്ഥമാക്കുന്നത് കാൽക്കുലേറ്റിംഗ് ബോർഡ് എന്നാണ്. അബാക്കസ് എന്ന വേർഡിൻ്റെ അർത്ഥം കാൽക്കുലേറ്റിംഗ് ബോർഡ് എന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിലുള്ള നോട്ട്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ള കുട്ടികൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അബാക്കസിനെ കുറിച്ച് കുറച്ചുകൂടി പഠിക്കാനുണ്ട് നമുക്ക്. ഇതാണ് അബാക്കസിൻ്റെ ചിത്രം. ഇങ്ങനെ കാണുന്നതിനേക്കാൾ നിങ്ങൾക്ക് പരിചിതമായ ഒരു ചിത്രം കൂടി ടീച്ചർ തരാം. കണ്ടിട്ടുണ്ടോ ഇത്? ഇതിനെ നമ്മൾ മണി സ്ലേറ്റ് അല്ലെങ്കിൽ മുത്ത് സ്ലേറ്റ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. മണി സ്ലേറ്റ് എന്നാണ് ടീച്ചറൊക്കെ പറഞ്ഞിരുന്നത് കേട്ടോ. ചെറിയ ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ, KG ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സ്ലേറ്റിൽ എഴുതിയാണ് പഠിച്ചിരുന്നത്. അന്ന് നമുക്ക് കിട്ടിയിരുന്ന ഒരു സ്ലേറ്റാണ് ഈ മണി സ്ലേറ്റ്. ഇതിൽ 10 വയറുണ്ടാവും. ഈ ഓരോ വയറിലും ഒരു മുത്ത്, അടുത്തതിൽ 2 മുത്ത്, അങ്ങനെ 1 വീതം കൂടി അവസാനം 10 മുത്ത് വരെ കാണും. ഇങ്ങനെ മുത്തുകൾ പിടിപ്പിച്ച ഒരു സ്ലേറ്റാണ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് എഴുതാൻ തന്നിരുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു ഈ മുത്ത്? വെറുതെ പിടിച്ച് കളിക്കാനൊന്നും ആയിരുന്നില്ല അല്ലേ? എന്തിനായിരുന്നു? എണ്ണം പഠിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതുപോലെ എണ്ണം പഠിക്കാനും ക്രിയകൾ ചെയ്യാൻ, അതായത് കണക്ക് കൂട്ടലുകൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് അബാക്കസും ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അബാക്കസിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഈ അബാക്കസിൽ ലംബമായി നിൽക്കുന്ന കുറച്ച് വയേഴ്സ് ഉണ്ടാവും, അതായത് വെർട്ടിക്കൽ വയേഴ്സ്. ഈ ഓരോ വയറിലും 7 മുത്തുകൾ വീതം, ബീഡ്സ് വീതം ഉണ്ടാവും. ഓരോ വയറിലും 7 മുത്തുകൾ വീതം ഉണ്ടാവും. ഈ 7 മുത്തുകളെ 2ആയി തിരിക്കുന്ന രീതിയിൽ ഒരു ഹൊറിസോണ്ടൽ ഡിവൈഡർ അല്ലെങ്കിൽ ഒരു തിരശ്ചീനമായിട്ട് ഒരു സെപ്പറേറ്റർ കൂടി ഉണ്ടാവും. 2 മുത്ത് മുകളിലും 5 മുത്ത് താഴെയുമായിട്ടായിരിക്കും ഇത് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ആ ഹൊറിസോണ്ടൽ ഡിവൈഡറിൻ്റെ മുകളിൽ 2 മുത്തും താഴെ 5 മുത്തും ഉണ്ടാവും. ഈ മുകളിൽ തന്നിരിക്കുന്ന മുത്തുകളുടെ ഓരോന്നിൻ്റെയും എത്ര മുത്തുകളുണ്ട്? മുകളിൽ എത്ര മുത്തുകളുണ്ട്? 2. അതിൻ്റെ ഓരോന്നിൻ്റെയും വില 5 ആണ്. ഇനി താഴെ തന്നിരിക്കുന്ന 5 മുത്തുകളിൽ ഓരോന്നിൻ്റെയും വില 1 ആണ്. അപ്പോൾ വാല്യൂ 5 ആയിട്ടുള്ള 2 ബീഡ്സ് ഹൊറിസോണ്ടൽ ഡിവൈഡറിന് മുകളിലായിട്ടും വാല്യൂ 1 ആയിട്ടുള്ള 5 ബീഡ്സ് ഹൊറിസോണ്ടൽ ഡിവൈഡറിന് താഴെയായിട്ടും ഉണ്ടാവും.
ഇനി ഒരു അബാക്കസിൽ എങ്ങനെ നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യാം എന്നുകൂടി നമുക്ക് നോക്കാം. റെപ്രസെൻ്റ് ചെയ്യേണ്ട, അതായത് നമ്മളൊരു നമ്പർ എഴുതുന്നത് പോലെ തന്നെയാണ് പൊസിഷൻ. റൈറ്റിൽ നിന്നാണ് നമ്പർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ റെപ്രസെൻ്റ് ചെയ്യേണ്ട വയറിൽ ഇപ്പോൾ ആദ്യത്തെ റൈറ്റ് സൈഡിലെ വയർ എടുക്കുന്നു. അതിൽ 4 എന്ന നമ്പറാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം മുകളിലെ 2 ബീഡിനും വാല്യൂ 5 ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, താഴെ നിന്ന് 4 ബീഡ്, അതായത് ഒരു ബീഡ് വാല്യൂ 1 ആണ്. അങ്ങനെ 1 2 3 4 ബീഡ്സ് നമ്മൾ ആ ഹൊറിസോണ്ടൽ ഡിവൈഡറിനടുത്തേക്ക് തള്ളിവെക്കുന്നു. ഇപ്പോൾ അബാക്കസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് 4 ആണ്. ഇനി തൊട്ട് ഇടതുവശത്തുള്ള വയറിൽ 6 റെപ്രസെൻ്റ് ചെയ്യണം. താഴത്തെ 5 ബീഡ് ഉപയോഗിച്ചാലും നമുക്ക് എന്ത് വരില്ല, 6 വരില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ നിന്നുള്ള 5 എന്ന ബീഡും താഴെ നിന്ന് 1 വാല്യൂ ഉള്ള ഒരു ബീഡും കൂടി എടുത്ത് ഹൊറിസോണ്ടൽ ഡിവൈഡറിന് അടുത്തേക്ക് കൊണ്ടുവെക്കുന്നു. ഇപ്പോൾ ആ വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നത് എത്രയാണ്, 6. മുകളിൽ നിന്ന് 5ഉം താഴെ നിന്ന് ഒരു 1ഉം കൂടി എടുത്താൽ ഇതിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എത്രയാണ്, 6 ആണ്. അടുത്തത് 3 ആണ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. മുകളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, കാരണം അവിടുത്തെ മിനിമം വാല്യൂ 5 ആണല്ലോ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, താഴെ നിന്ന് ഓരോ വാല്യൂ ഉള്ള, അതായത് ഓരോ ബീഡിനും 1 ആണ് വാല്യൂ, അങ്ങനെയുള്ള 3 ബീഡ്സ് എടുത്ത് ഡിവൈഡറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവെക്കുന്നു. അപ്പോൾ 3 റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി 2 ആണ്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് 2 ബീഡ്സ് ഹൊറിസോണ്ടൽ ഡിവൈഡറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവെക്കുന്നു. ഇവിടെ എത്രയാണ് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത്, 2 3 6 4, 2364 എന്ന നമ്പറിനെയാണ് ഇപ്പോൾ അബാക്കസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ചെയ്തൂടെ? ഓക്കെ, നിങ്ങൾ ഒരു എക്സാമ്പിൾ ചെയ്ത് ടീച്ചറിനെ അറിയിക്കുക. അപ്പോൾ അബാക്കസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത കമ്പ്യൂട്ടിംഗ് മെഷീനാണ് നേപ്പിയേഴ്സ് ബോൺസ്. AD ജോൺ നേപ്പിയർ എന്ന് പറയുന്ന ഗണിതശാസ്ത്രജ്ഞനാണ് നേപ്പിയേഴ്സ് ബോൺസ് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ജോൺ നേപ്പിയർ എന്ന ഗണിതശാസ്ത്രജ്ഞൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നേപ്പിയേഴ്സ് ബോൺസ് എന്ന് പറയുന്നത് ഒരു പട്ടിക അല്ലെങ്കിൽ ഒരു ടേബിളാണ് ഇവിടെ തന്നിട്ടുണ്ടത്. ഇത് ഉപയോഗിച്ചിരുന്നത് നമുക്ക് ഈ പട്ടിക കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒരു ഗുണന പട്ടിക, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലെയൊക്കെ തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും തോന്നും. കാരണം ഇത് ഉപയോഗിച്ചിരുന്നത് മൾട്ടിപ്ലിക്കേഷന് വേണ്ടി തന്നെയായിരുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ബോൺസ് ഉപയോഗിച്ചിരുന്നത്? മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതായത് ഗുണനക്രിയകൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് നേപ്പിയേഴ്സ് ബോൺസ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ 1617 AD ജോൺ നേപ്പിയറാണ് ഇത് കണ്ടുപിടിച്ചത്. ഇനി അടുത്ത മെഷീനിലേക്ക് പോവാം. അടുത്ത മെഷീൻ പാസ്കലൈൻ. പാസ്കലൈൻ ഡെവലപ്പ് ചെയ്തത് ബ്ലെയ്സ് പാസ്കൽ എന്ന ശാസ്ത്രജ്ഞനായിരുന്നു. ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനായിരുന്നു. ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനായ ബ്ലെയ്സ് പാസ്കലാണ് 1642 പാസ്കലൈൻ എന്ന യന്ത്രം കണ്ടുപിടിച്ചത്. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ചക്രങ്ങളും ഗിയർ സിലിണ്ടറൊക്കെ ഉള്ള ഒരു യന്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മെക്കാനിക്കൽ കമ്പ്യൂട്ടിംഗ് മെഷീനാണ്. ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടിംഗ് മെഷീൻ എന്നറിയപ്പെടുന്നത് പാസ്കലൈനെയാണ്. (1642) ബ്ലെയ്സ് പാസ്കൽ നിർമ്മിച്ച യന്ത്രമാണ് പാസ്കലൈൻ. ആദ്യത്തെ മെക്കാനിക്കൽ കമ്പ്യൂട്ടിംഗ് യന്ത്രം, ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടിംഗ് മെഷീനായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്.
ഇത് കൂടാതെ ഇത് ഉപയോഗിച്ചിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? 2 നമ്പേഴ്സ് കൂട്ടുവാനും കുറയ്ക്കാനും, അതായത് ആഡ് ചെയ്യാനും സബ്ട്രാക്റ്റ് ചെയ്യാനും ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല ആവർത്തന പ്രക്രിയ അല്ലെങ്കിൽ റിപ്പറ്റീഷനിലൂടെ നമുക്ക് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്യുവാനും കഴിഞ്ഞിരുന്നു. ആവർത്തന പ്രക്രിയയിലൂടെ ഗുണനവും ഹരണവും, ഗുണനം എന്ന് പറയുന്നത് ആവർത്തിച്ച് ചെയ്യുന്ന അഡിഷനാണ് അല്ലേ, ആവർത്തിച്ച് ചെയ്യുന്ന സങ്കലനമാണ് ഗുണനം. അപ്പോൾ അതേപോലെ ആവർത്തന പ്രക്രിയയിലൂടെ നമുക്ക് ഗുണനവും ഹരണവും അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യുവാനും കഴിഞ്ഞിരുന്നു. അതിനുവേണ്ടി ഈ യന്ത്രം ഉപയോഗിച്ചിരുന്നു. ഇനി ബ്ലെയ്സ് പാസ്കൽ ഇത് നിർമ്മിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ടാക്സ് കളക്ഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ, അതായത് ബ്ലെയ്സ് പാസ്കലിൻ്റെ ഫാദറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് കാൽക്കുലേറ്റർ അദ്ദേഹം നിർമ്മിച്ചത്. അടുത്ത മെഷീനാണ് ലെബനീസ് കാൽക്കുലേറ്റർ. ലെബനീസ് കാൽക്കുലേറ്റർ നിർമ്മിച്ചത് ഗോട്ട്ഫ്രൈഡ് ലെബനീസ് എന്ന ശാസ്ത്രജ്ഞനാണ്. ആ മെഷീനാണ്, ലെബനീസ് കാൽക്കുലേറ്ററാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അത് നിർമ്മിച്ച ശാസ്ത്രജ്ഞനായ ഗോട്ട്ഫ്രൈഡ് ലെബനീസിൻ്റെ ചിത്രം കൂടി തന്നിട്ടുണ്ട്. ഈ മെഷീനെ സ്റ്റെപ്പ് റെക്കണർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് നിർമ്മിച്ചത് 1673 1673 ഗോട്ട്ഫ്രൈഡ് ലെബനീസ് നിർമ്മിച്ച ഒരു കാൽക്കുലേറ്റിംഗ് മെഷീനായിരുന്നു ലെബനീസ് കാൽക്കുലേറ്റർ. ഇതിനെ സ്റ്റെപ്പ് റെക്കണർ എന്നുകൂടി അറിയപ്പെട്ടിരുന്നു. ഈ സ്റ്റെപ്പ് റെക്കണറിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ബ്ലെയ്സ് പാസ്കൽ നിർമ്മിച്ച പാസ്കലൈൻ്റെ യന്ത്രത്തിൻ്റെ മാതൃക അല്ലെങ്കിൽ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ യന്ത്രം ഗുണനത്തിനും ഹരണത്തിനും വളരെയധികം ഉപയോഗപ്പെട്ടിരുന്ന ഒരു യന്ത്രമായിരുന്നു. അടുത്തതാണ് ജാക്വേർഡ്സ് ലൂം. എന്താണ് ലൂം എന്ന് പറഞ്ഞാൽ? അത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ, മനസ്സിലാവുന്നില്ലേ? അതായത് തറി, വസ്ത്രങ്ങൾ നിർമ്മിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന, വസ്ത്രങ്ങൾ നെയ്തെടുക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് തറി അല്ലേ. ഇവിടെയും അതുതന്നെയാണ് ജാക്വേർഡ്സ് ലൂം. അതേ മോഡലിലുള്ള ഒരു യന്ത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് കണ്ടുപിടിച്ചത് ജോസഫ് മേരി ജാക്വേർഡ് 1801. ജോസഫ് മേരി ജാക്വേർഡാണ് ഏത് മെഷീൻ നിർമ്മിച്ചത്? മെക്കാനിക്കൽ ലൂം. ഇതൊരു മെക്കാനിക്കൽ ലൂമായിരുന്നു. ഇത് നിർമ്മിച്ചത് ജോസഫ് മേരി ജാക്വേർഡാണ്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസൊക്കെ വസ്ത്രങ്ങളിൽ അതായത് വസ്ത്രങ്ങളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഇത് ഉപയോഗിച്ചിരുന്നു. അതായത് സങ്കീർണമായ ഡിസൈനുകൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിലെ പ്രവർത്തനങ്ങൾ ലളിതമാക്കാൻ ഇത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ഡിസൈൻസ് അല്ലെങ്കിൽ പാറ്റേൺസ് വസ്ത്രങ്ങളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഈ യന്ത്രം സഹായിച്ചിരുന്നു. അടുത്ത മെഷീനാണ് ഡിഫറൻസ് എൻജിൻ. ഡിഫറൻസ് എൻജിൻ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് ആണ്. ചാൾസ് ബാബേജിന് ഒരു പ്രത്യേകതയുണ്ട്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. സാധാരണ നമ്മുടെ എല്ലാ എക്സാമുകൾക്കും വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, വിട്ടുപോകരുത്. ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. അതുപോലെ അദ്ദേഹം നിർമ്മിച്ച ഡിഫറൻസ് എൻജിൻ കൂടി ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മെഷീൻ ഉപയോഗിച്ചിരുന്നത് ഗണിതക്രിയകൾ ചെയ്യുവാനും ഫലം പ്രദർശിപ്പിക്കാനുമായിരുന്നു. അതായത് ക്രിയകൾ ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി റിസൾട്ട്സ് ഡിസ്പ്ലേ ചെയ്തിരുന്നു, പ്രിൻ്റ് ചെയ്ത് കാണിച്ചിരുന്നു. അടുത്തത് അനലിറ്റിക്കൽ എഞ്ചിനാണ്. ഇതും നിർമ്മിച്ചത് ചാൾസ് ബാബേജ് തന്നെയായിരുന്നു. അത് 1833 ഈ മെഷീൻ നിർമ്മിച്ചത്. ഡിഫറൻസ് എഞ്ചിൻ 1822 നിർമ്മിച്ചത്. അനലിറ്റിക്കൽ എഞ്ചിൻ 1833 ചാൾസ് ബാബേജ് നിർമ്മിച്ചത്. അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ്, അതായത് ഗണിതക്രിയകൾ ചെയ്യുവാനും അതുപോലെ തന്നെ ഫലം സൂക്ഷിച്ചു വെക്കുവാനും, അതായത് മെമ്മറി ഉപയോഗിച്ചിരുന്നു ഈ കമ്പ്യൂട്ടറിൽ. നമുക്ക്
ഡേറ്റയും ഇൻഫർമേഷനുമൊക്കെ, അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആവശ്യമായി നമ്മൾ കൊടുക്കുന്ന വിവരങ്ങളും അതിനുശേഷം നമുക്ക് കിട്ടുന്ന പ്രവർത്തനങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടുന്ന വിവരങ്ങളുമൊക്കെ തന്നെ സൂക്ഷിച്ചു വെക്കുവാൻ കഴിഞ്ഞിരുന്നു ഈ മെഷീനിൽ. ഇവിടെ നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട്, ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദി വേൾഡ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചാൾസ് ബാബേജ് ആണ് ഈ കമ്പ്യൂട്ടറുകൾ നിർമ്മിച്ചത്. അനലിറ്റിക്കൽ എഞ്ചിനും ഡിഫറൻസ് എഞ്ചിനും നിർമ്മിച്ചത് ചാൾസ് ബാബേജ് ആണ്. പക്ഷേ ഇവിടെ ഇതിന് വേണ്ടുന്ന പ്രോഗ്രാംസ് എഴുതിയത്, ആദ്യമായി പ്രോഗ്രാംസ് എഴുതിയത് അഗസ്റ്റ അഡ കിങ് ആയിരുന്നു. ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദി വേൾഡ് അഗസ്റ്റ അഡ കിങ് എന്ന ലേഡിയാണ് ഫസ്റ്റ് പ്രോഗ്രാമറായിട്ട് അറിയപ്പെടുന്നത്. അടുത്തത് ഹോളറിത്ത് മെഷീനാണ്. ഹോളറിത്തിൻ്റെ മെഷീനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ മെഷീൻ ഡെവലപ്പ് ചെയ്തത്, ഡിസൈൻ ചെയ്തത് 1887 ഹെർമൻ ഹോളറിത്താണ്. ഹെർമൻ ഹോളറിത്തിൻ്റെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ മെഷീൻ സെൻസസ് മെഷീൻ എന്ന് അറിയപ്പെട്ടിരുന്നു. ഈ മെഷീനും നമുക്കിവിടെ തന്നിട്ടുണ്ട്, കാണാൻ കഴിയും. ഈ മെഷീനിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ഇൻപുട്ട് ഔട്ട്പുട്ട് നിർദ്ദേശങ്ങൾ, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ പഞ്ച്ഡ് കാർഡ് ഉപയോഗിച്ചാണ് നൽകിയിരുന്നത്. അടുത്ത മെഷീനാണ് മാർക്ക് 1. മാർക്ക് 1 ഡിസൈൻ ചെയ്തത് ഹൊവാർഡ് എയ്ക്കൺ എന്ന ശാസ്ത്രജ്ഞനാണ്. 1944 ഹൊവാർഡ് എയ്ക്കൺ നിർമ്മിച്ച മെഷീനാണ് മാർക്ക് 1. ഇതിനെ ഫസ്റ്റ് ഓട്ടോമാറ്റിക് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പല കമ്പ്യൂട്ടിംഗ് മെഷീൻസിനും ഓരോ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടീച്ചർ അത് ഈ ചാപ്റ്ററിൻ്റെ അവസാനം എല്ലാം ചേർത്ത് തരുന്നുണ്ട്. എങ്കിലും ഓരോന്നായിട്ട് നിങ്ങൾ തിരിഞ്ഞു പോകാതെ, മാറിപ്പോകാതെ പഠിച്ചു വെക്കേണ്ടതാണ്. ഫസ്റ്റ് ഓട്ടോമാറ്റിക് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് മാർക്ക് 1 ആണ്. ഈ മെഷീൻ ലോഗരിതവും ത്രികോണമിതി ക്രിയകളും ചെയ്യാവുന്ന തരത്തിലാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ലോഗരിതവും ത്രികോണമിതിയും നിങ്ങളിനി പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ, പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിലും നമ്മുടെ ഗണിതശാസ്ത്രത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനാവശ്യമായ അത്യാവശ്യമായ 2 കൺസെപ്റ്റാണ് ലോഗരിതവും ത്രികോണമിതി ക്രിയകളും. ഇത് രണ്ടും ചെയ്യാവുന്ന തരത്തിലാണ് ഈ മെഷീൻ പ്രോഗ്രാം ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ പഠിച്ച എല്ലാ മെഷീൻസും ഒരു ടേബിളിൽ ഉൾപ്പെടുത്തി, അതായത് നമ്പർ സിസ്റ്റം ടീച്ചർ ഇതുപോലെ ചെയ്തിരുന്നു. പെട്ടെന്ന് പഠിക്കുവാൻ സൗകര്യമായ രീതിയിൽ ഒരു ടേബിളിൽ ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 9 മെഷീനാണ് നമ്മൾ പഠിച്ചത്, കമ്പ്യൂട്ടിംഗ് മെഷീൻ. ആ 9 മെഷീനും അത് യൂസ് ചെയ്തിരുന്ന പീരീഡും അത് ആരാണ് ഡിസൈൻ ചെയ്തത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത് എന്നും, പിന്നെ ഓരോ മെഷീൻ്റെയും പ്രത്യേകത എന്തായിരുന്നു എന്നുകൂടി ഉൾപ്പെടുത്തിയ ഒരു ടേബിളാണ് ടീച്ചർ തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ടേബിള് നന്നായി പഠിച്ചു വെക്കണം. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആവശ്യമായ എക്സാമിന് ആവശ്യമായ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ലഭിക്കുന്നതാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. കൂടാതെ അതിൻ്റെ മലയാളത്തിലുള്ള നോട്ട്സ് കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിൽ തയ്യാറാക്കിയ ഒരു ടേബിൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ 9 മെഷീനും അതിൻ്റെ കാലഘട്ടവും അത് നിർമ്മിച്ചതും അതിനെക്കുറിച്ചൊരു ചെറിയ വിവരണവും കൂടി ഉൾപ്പെടുത്തി മലയാളത്തിൽ കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റിയാണ്. വളരെ ചെറിയ ടോപ്പിക്ക് തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഹു ഈസ് ദി ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദി വേൾഡ്? ലോകത്തിലെ ആദ്യത്തെ പ്രോഗ്രാമർ ആരാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓരോ മെഷീനായിട്ട് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കുക. വീഡിയോ കണ്ടതിന് ശേഷം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ദ കമ്പ്യൂട്ടിംഗ് മെഷീൻ ഡെവലപ്ഡ് ബൈ ബ്ലേസ് പാസ്കൽ ഈസ് നോൺ ആസ്. ബ്ലേസ് പാസ്കൽ നിർമ്മിച്ച കമ്പ്യൂട്ടിംഗ് യന്ത്രം ഡാഷ് എന്ന് അറിയപ്പെട്ടു.
രണ്ടിനും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്നും വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.